ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഈസി ആയിട്ട് പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. മൈദമാവ് 1 കിലോയാണ് ഞാനിവിടെ യൂസ് ആക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. അതിനായി 1/4 ലിറ്റർ മിൽക്ക്, 1 നുള്ള് ബേക്കിംഗ് പൗഡർ, 2 ടീസ്പൂൺ നെയ്യ്, 2 ടീസ്പൂൺ പഞ്ചസാര, 1 കോഴിമുട്ട എന്നിവയൊക്കെയാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം, കുറച്ച് ആവശ്യത്തിന് ഉപ്പും. ഒരു പാത്രമെടുത്ത് അതിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം 2 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഞാനിവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോയുടെ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. 1/4 ലിറ്റർ പാലും ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കാം. മിക്സാക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം മൈദമാവ് അരിപ്പയിലൂടെ അരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി മാവ് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം, കുഴച്ചെടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്, പക്ഷേ കാണിക്കാൻ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി കേട്ടോ. വീഡിയോ ക്ലിപ്പൊക്കെ ഡിലീറ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ്. അതിനുശേഷം ഇത് നെയ്യും മുട്ടയും പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുറേശ്ശെ വെള്ളമൊഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ നമുക്ക് തോന്നും വെള്ളം കുറവാണെന്ന് എന്നും പറഞ്ഞ് കുറേ വെള്ളമൊന്നും എടുത്ത് ഒഴിച്ചു കൊടുക്കരുത്. അപ്പം അത് പൊടിപ്പോവും. നമ്മൾ കുഴച്ച് വരുമ്പോഴത്തേക്ക് ശരിയാവും. കുഴച്ചതിന് ശേഷം തറയിൽ കുറച്ച് എണ്ണ തേച്ച്, സ്ലാവിൻ്റെ മണ്ടയിൽ അതിൽ എണ്ണ തേച്ച് നന്നായൊന്ന് വലിച്ച് കുഴച്ചെടുക്കുക. അതിന് ശേഷം ഒരു നനഞ്ഞ തുണിയെടുത്ത് മാവിൻ്റെ മണ്ടയിൽ എണ്ണ തേച്ചിട്ട് വേണം നനഞ്ഞ തുണിയിട്ട് മൂടി വയ്ക്കാൻ. ഇപ്പോൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബോൾ ഇടാൻ വേണ്ടി ഓരോ പീസായിട്ട് മുറിച്ച് വയ്ക്കുക. നമ്മൾ ബോൾ ഇടാൻ ഷേപ്പ് അറിയാമല്ലോ, അതേപോലെ അത് കണക്കാക്കി മുറിച്ചെടുക്കുക. ഇപ്പോൾ എല്ലാം ഏകദേശം ഒരളവിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾ ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പീസ് മാവിങ്ങനെ കയ്യിലെടുത്തതിന് ശേഷം നമ്മൾ തള്ളവിരലിൻ്റെ ഇടയിലോട്ടിങ്ങനെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തള്ളി ഇറക്കി അതിൻ്റെ അകത്ത് പ്രസ് ചെയ്ത് നല്ല മാവ് മൊത്തം കയറ്റിയെടുക്കണം കേട്ടോ. ബാക്കി വരുന്ന നമുക്ക് പിന്നെ എടുത്ത് മാറ്റാം. ഇപ്പോൾ എല്ലാം നമ്മൾ ബോൾ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നനഞ്ഞ തുണിയിട്ട് തന്നെ അരമണിക്കൂർ വെച്ചേക്കാം. അതൊന്ന് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അരമണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ തുണി മാറ്റിയതിന് ശേഷം ആ തുണി മാറ്റി വെച്ചേക്കണം കേട്ടോ. അതിന് ശേഷം നന്നായി ഇതുപോലെ വീശിയെടുക്കണം കേട്ടോ. ഇപ്പം ഞാനല്ല ചെയ്യണത്, എൻ്റെ കാക്കച്ചിയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നെക്കൊണ്ട് അത്രയ്ക്ക് പെർഫെക്റ്റ് ആവുന്നില്ല, എങ്കിലും ഞാൻ കുറേയൊക്കെ ചെയ്തായിരുന്നു. ഇതേപോലെ നന്നായി വീശി അടിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഒരു നേക്ക് കിട്ടിയാൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. മുറിച്ചതിന് ശേഷം ഇതുപോലെ ചുറ്റി കൊടുക്കുക. എല്ലാം അപ്പോൾ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുണ്ടാക്കണത് എങ്ങനെയെന്ന് നോക്കാം. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ അറിയുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് കുറേ വീഡിയോ ക്ലിപ്പൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്.
അപ്പം ഈ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടിടുന്ന എങ്ങനെ പരത്തണമെന്നൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഒരു റോൾ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ കൈ വെച്ച് നന്നായി പരത്തി റൗണ്ടിനാക്കി എടുക്കുക. ഞാനിവിടെ ഫ്രൈ പാനിലാണ് ഉണ്ടാക്കുന്നത്. ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ തടവി ഫ്രൈ പാനിട്ട് ചെറിയ തീയിൽ വെച്ച് മറിച്ചും തിരിച്ചും ഇട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. അതിന് ശേഷം ഇതുപോലെ നന്നായി അടിച്ചെടുക്കുക. അടിക്കണേലാണ് കേട്ടോ കാര്യം. നന്നായി അടിപൊളിയായിട്ട് അടിച്ചെടുക്കണം. ഉണ്ടാക്കിയ ഉടനെ തന്നെ അടിക്കണം. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടിക്കണം കേട്ടോ. നല്ല സ്പീഡിൽ അടിച്ചെടുക്കണം. 4 സൈഡും കറക്കി അടിക്കണം. ഞാൻ ഈ വീഡിയോ കാണിക്കുന്നില്ലേ, അതുപോലെ നന്നായി അടിച്ചെടുത്താൽ മതി. വലിയ പാടൊന്നുമില്ല. ചെറിയ ചൂട് കൈ കാണും. അത് നമുക്ക് എന്നും വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ പാടായിരിക്കും. നല്ല കയ്യിൽ ചൂടടിക്കും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിയായ പൊറോട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി വെക്കുക. എല്ലാവർക്കും ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്